ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു സൂപ്പർ റൈസാണ്, ലെമൺ റൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു യാത്രയൊക്കെ പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇതിപ്പോൾ. ഒരു കപ്പ് പച്ചരി ഞാൻ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം 15 മിനിറ്റ് കുതിർത്തിയെടുത്തിരിക്കുന്നതാണ് ഇത്. ഇനി ഇതിലേക്ക് ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് കുതിർത്തുന്നതിന് മുമ്പായി തന്നെ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം മാത്രം കുതിർത്തിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കഴുകാൻ നിൽക്കുമ്പോൾ അരിയൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ചൊന്ന് തണുക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് 3-4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കടല കൂടി ചേർക്കാം കേട്ടോ. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാതെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ കടലയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി പോകേണ്ട കാര്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 കാഷ്യൂനട്ട് നടുക്കൊന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല, ഇത്ര തന്നെ മതിയാവും. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. നമ്മളിതിന് എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകും അതുപോലെ തന്നെ ഈ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങനെ എരിവുള്ള ഒന്നൊന്നും അല്ല ഈ റൈസ് എന്ന് പറയുന്നത്. എന്നാൽ ചെറിയൊരു എരിവൊക്കെ ആവശ്യമാണ്. ഇനി ഒരു 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നല്ലൊരു കളറൊക്കെ വരണം. അങ്ങനെ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. ഇനി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. പാകമായിട്ട് ഇനി മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല സൂപ്പറായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചോറിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പുളി അധികം വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. ലെമൺ റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിതം നമുക്കിതിലേക്ക് ചോറിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓയിലിൽ ചെയ്തെടുക്കാം. അത് പ്രത്യേകിച്ച് സ്മെല്ലില്ലാത്ത വെളിച്ചെണ്ണയിലൊന്നും അങ്ങനെ സാധാരണ ഇത് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു യാത്രയൊക്കെ പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നല്ല ടേസ്റ്റുമാണ്. നമുക്കിതിൻ്റെ കൂടെ വേറെ കറികളോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ.
എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.